ലിങ്ക്ഡിൻ വഴി ജോബ് നോക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറയുന്നത് റെസ്പോൺസ് കുറവായിരുന്നു. റെസ്പോൺസ് കുറവെന്ന് വെച്ചാൽ വളരെ കുറവായിരുന്നു. ബാക്കിയുള്ള ആപ്ലിക്കേഷനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഇൻ്റർവ്യൂ കോൾ പോലും കിട്ടിയിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് ജോബ് എനിക്ക് കിട്ടുന്നതും ലിങ്ക്ഡിൻ വഴിയാണ് കിട്ടിയത്. ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ UAE ജോബ് നോക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും ഒരു റെസ്പോൺസ് കിട്ടാണ്ടിരിക്കത്തില്ല. നമുക്ക് ഏത് ജോബാണോ വേണ്ടത് ആ ജോബൊന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഒരു അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു അക്കൗണ്ടൻ്റ് ജോബാണ് ഇപ്പം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഡേറ്റ് ഒന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. ജോബിൻ്റെ ഫിൽട്ടർ ചെയ്തെടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ജോബ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്നത് പോലെ ജോബ് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ചിലത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും, മറ്റു ചിലത് ആ കമ്പനിയുടെ സൈറ്റിലേക്ക് ഡയറക്റ്റ് അങ്ങ് പോയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. അതിനുശേഷം CV അപ്ഡേറ്റ് ചെയ്യാം. അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിന് ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജോബ് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതെ, അപ്പം നമുക്ക് സബ്മിഷൻ കംപ്ലീറ്റ് എന്നതായിട്ട് കാണിക്കും. അതിനുശേഷം അവരുടെ സൈറ്റിൽ പോകാം. ആ ജോബ് വേക്കൻസി ഉള്ള സൈറ്റിൽ പോയി അവിടുത്തെ പീപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പം ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഡീറ്റെയിൽസ് അവിടെ വരും. അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളവരെ കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുക. ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. HR ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സീനിയർ അക്കൗണ്ടൻ്റെയോ അല്ലെങ്കിൽ ഫിനാൻസ് മാനേജറോ അതുപോലെ ചീഫ് അക്കൗണ്ടൻ്റോ അതുപോലുള്ള ആളുകളെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. നമ്മളൊരു ദിവസം ഒരു 100 പേരെ കണക്ട് ചെയ്താൽ ചിലപ്പോൾ ഒരു 10 പേര് അതിൻ്റെ അകത്ത് നമ്മുടെ കണക്ഷൻ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം, മെസ്സേജ് അയക്കണം. അതായത് നമ്മുടെ CVയും നമ്മളിപ്പോൾ ജോബ് നോക്കുന്നുണ്ട്, അവിടെ എന്തെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടോ, നമുക്കറിയാം അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് ആ സൈറ്റ് നമ്മൾ പോയി അത് അപ്ലൈ ചെയ്തത്. അപ്പോൾ നമ്മുടെ CVയും വെച്ചിട്ട് ഡയറക്റ്റ് HR അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവർ നമ്മുടെ CV എന്ത് ചെയ്യും, ഡയറക്റ്റ് നോക്കും. ഡയറക്റ്റ് നോക്കിയിട്ട് ആ ജോബിന് സ്യൂട്ടാണെന്നുണ്ടെങ്കിൽ ഇവർ നമ്മുടെ ഡയറക്റ്റ് മെസ്സേജ് അയക്കുകയോ ഡയറക്റ്റ് വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യും. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കുള്ള CV എന്ന് പറയുമ്പം ഇതാണ് ഇപ്പോൾ UAEയിലെ CV ഫോർമാറ്റ്. ഒരുപാട് കമ്പനീസും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു CV ഫോർമാറ്റാണിത്. നമ്മുടെ CVയിൽ വേറെ കളേഴ്സും ഫോട്ടോയുടെ ആവശ്യം പോലും ഇല്ല. വേറെ കളറും ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എക്സ്പീരിയൻസ് വേണം ആദ്യം വയ്ക്കാൻ. എക്സ്പീരിയൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം. പോയിൻ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വേണം വയ്ക്കാൻ. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ലെവലാണ് വെക്കേണ്ടത്. പിന്നെ ടെക്നിക്കൽ നമുക്ക് സോഫ്റ്റ്വെയർ, ഏതൊക്കെ സോഫ്റ്റ്വെയറാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ആ സോഫ്റ്റ്വെയർ എല്ലാം വെക്കണം. ലാസ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കൂടി വെക്കണം. അത്രയേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും ഇപ്പം അക്കൗണ്ടൻ്റ് ജോബ് നോക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കും, ഒരു ജോബ് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്.